ഇന്ന് കവിയൂർ വലിയ പടയണിയാണ്. കഴിഞ്ഞ 7 ദിവസങ്ങളായി ഒരാണ്ടത്തെ പടയണി ചിട്ടകൾ ക്രമാനുഗതമായി മുന്നോട്ട് കൊണ്ടുവന്ന് 8-ാം ദിവസം വലിയ പടയണി വളരെ വിപുലമായ കോലങ്ങളുടെ എണ്ണങ്ങളിലായാലും അനുഷ്ഠാന സമ്പൂർണത കൊണ്ടായാലും വലിയ പടയണി ദിവസം അമ്മയുടെ പടയണി ചടങ്ങുകളുടെ സമർപ്പണം കൂടി നടക്കുന്ന ദിവസമാണ്. വൈകുന്നേരം എല്ലാ ദിവസവും എന്ന പോലെ പാർവതീയാമത്തിൽ ചൂട്ടുവലത്തോടുകൂടി പടയണി ചടങ്ങുകൾ ആരംഭിക്കും. തുടർന്ന് വട്ടമിണക്ക് കപ്പുമേളം മേളത്തോടുകൂടി വലിയ പടയണി ആരംഭിക്കുകയാണ്. പിന്നെ കളത്തിൽ താവടി, അതിനുശേഷം 101 പാള ഭൈരവിക്കോലം, അതിൻ്റെ പിന്നരങ്ങായി 32 പാള ഭൈരവിക്കോലം, യക്ഷിക്കോലം, നിരവധിയായിട്ടുള്ള യക്ഷിക്കോലങ്ങൾ, അരക്കി, നാഗയക്ഷി, അന്തരയക്ഷിക്കോലങ്ങൾ, സുന്ദരയക്ഷിക്കോലങ്ങൾ, ഇങ്ങനെ വിവിധങ്ങളായ യക്ഷിക്കോലങ്ങൾ, ഇപ്പം പക്ഷി മറുത, തള്ളമറുത, ഇങ്ങനെയുള്ള ചെറുകോലങ്ങൾ. അവസാനം ഈ കവിയൂർ പടയണിയുടെ സവിശേഷത കാലം കോലം ഒരെണ്ണം മാത്രമേ തുള്ളാറുള്ളൂ. അത് വലിയ പടയണി ദിവസമാണ്. അതിന് ഒരു പ്രത്യേകത എന്തെന്നാൽ കവിയൂരപ്പനെ ദർശിക്കാനായിട്ടും നമസ്കരിക്കാനായിട്ടും അല്ലെങ്കിൽ തൊഴുവാനുമായിട്ട് പണ്ടുകാലത്ത് ആ ക്ഷേത്രത്തിൻ്റെ ഏകദേശം അതിരിലുള്ള ഐരൂക്കുളം എന്ന ഭാഗം വരെ കാലംകോലത്തിന് പുറക്കളമുണ്ടായിരുന്നു. ആ പുറക്കളം ഇന്ന് ക്ഷേത്രത്തിൻ്റെ മൂലസ്ഥാനം വരെ എത്തിയിട്ട് ഏകദേശം 1/2 കിലോമീറ്റർ ദൂരം പോയിട്ട് 3-ാം കളത്തിൽ വന്നതിന് ശേഷമാണ് വാളിന് പിടുത്തം തുടങ്ങിയിട്ടുള്ള ചടങ്ങുകൾ നടക്കാറുള്ളത്. അങ്ങനെ ഒരു സവിശേഷത കൂടി കവിയൂരിലെ കാലംകോലത്തിനുണ്ട്. അതിനുശേഷം മംഗളഭൈരവിക്കോലം തുള്ളി ചൂട്ടുവലത്ത് നടത്തി മുഴുവൻ പടയണിക്കാരും ഒന്നു ചേർന്ന് താവടി ചവിട്ടിയാണ് പടയണിയുടെ സമാപ്തി കുറിക്കുന്നത്.